ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ ചില ലേറ്റസ്റ്റ് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയവർക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യാവുന്നതാണ്. പുതിയ കണ്ടന്റ്സിനായി സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഒട്ടും നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലിട്ടങ്ങ് പോയേക്കാം. ഗൈസ്, നമുക്ക് നമ്മുടെ ആദ്യത്തെ ട്രിക്കിലോട്ട് പോകാം. ഈ ട്രിക്കിൻ്റെ പേര് സ്റ്റാറ്റസ് ട്രിക്കാണ്. ഇനി മുതൽ നമുക്ക് നമ്മുടെ ഓഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി ഇടാം. ചിലപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായി ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ നമുക്ക് സ്റ്റാറ്റസ് ആയി ഇടണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ വീഡിയോ ഒരു ക്ലാരിറ്റി കാണില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓഡിയോ മാത്രം സ്റ്റാറ്റസ് ആയി ഇടാനാണ് താല്പര്യം. അപ്പോൾ ഇനി മുതൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഈ വീഡിയോ എങ്ങനെയാണ് ഓഡിയോ ആയിട്ട് വാട്സപ്പിൽ തന്നെ കൺവേർട്ട് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി ഇടാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ജസ്റ്റ് നമുക്ക് മുകളിൽ കാണുന്ന പെൻസിലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യണം. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതിയാകും. ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ കളർ സ്ക്രീനിൽ മുഴുവൻ തെളിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ആ കളർ നമുക്ക് സ്ക്രീനിൽ തെളിയും. ഇപ്പോൾ ഇനി നമ്മൾ ഇത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഒരിക്കലും ആ വീഡിയോ കാണാൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് ആ ഓഡിയോ മാത്രമായിരിക്കും കേൾക്കാൻ സാധിക്കുക. ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ട്രിക്കിലൂടെ നമുക്കങ്ങ് പോയേക്കാം. ഈ ട്രിക്ക് അറിയാനുള്ള കൂട്ടുകാർ ദയവ് ചെയ്ത് അടുത്ത ട്രിക്കിലോട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമായാണ് ഈ ഒരു ട്രിക്ക്. ഇത് വാട്സാപ്പിൽ വന്നിട്ട് കുറേ നാളായെങ്കിലും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പലവർക്കും അറിയില്ല. ഇത് വന്നിട്ടൊരു സ്റ്റാറ്റസ് ട്രിക്കാണ്. മുകളിലത്തെ ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണം അല്ലെങ്കിൽ ആരൊക്കെ കാണണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഈ ട്രിക്ക് പലവർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ 3 ഡോട്ടിൽ പ്രസ് ചെയ്തിരിക്കുന്നു. ശേഷം നമുക്ക് ആ സ്റ്റാറ്റസ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മൈ കോൺടാക്ട്, പ്രൈവസി, ഒൺലി ഷെയർ വിത്ത്. അപ്പോൾ നമ്മൾ ഒൺലി ഷെയർ വിത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആർക്ക് മാത്രം ആ സ്റ്റാറ്റസ് കാണണം, അവർക്ക് മാത്രമേ ഇനി തൊട്ട് ആ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ മൈ കോൺടാക്റ്റ് എക്സെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ആർക്ക് ആ സ്റ്റാറ്റസ് കാണേണ്ട, അയാൾക്ക് ആ സ്റ്റാറ്റസ് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഞാൻ ഷെയർ വിത്ത് കൊടുത്തതിന് ശേഷം ഒരു കൂട്ടുകാരൻ്റെ പേര് അങ്ങ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞാൻ സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അയാൾക്ക് മാത്രമേ ആ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ മൈ കോൺടാക്റ്റ് എക്സെപ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് നമ്മൾ സെലക്ട് ചെയ്യുമെങ്കിൽ ഇനി നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ അയാൾക്ക് ഒരിക്കലും ആ സ്റ്റാറ്റസ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വാട്സാപ്പിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്കിലോട്ട് അങ്ങ് പോകാം. ഇതും ഒരു സ്റ്റാറ്റസ് ട്രിക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസ് കാണുകയാണെങ്കിൽ ആ സ്റ്റാറ്റസ് നമുക്ക് വീഡിയോ സ്റ്റാറ്റസ് ആണെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വാട്സാപ്പിലില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ തള്ളവിരലും നമ്മുടെ ചൂണ്ടുവിരലും കൂടെ നമുക്ക് സെൻറ്ററിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് മതിയാവും. ജസ്റ്റ് ഇതുപോലെ അതങ്ങ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു തരുന്ന 3 ട്രിക്കുകൾ. അപ്പോൾ ഈ 3 ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റും ചെയ്യാം.